കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇത്രയും വലിയൊരു നരകം ഞാൻ സഹിക്കുന്നത് നിനക്കോ എനിക്കോ വേണ്ടിയല്ല, നമ്മുടെ അച്ഛനെ കുറിച്ചോർത്ത. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം ഒരു കരയെത്തിച്ചെന്ന സമാധാനത്തില അച്ഛൻ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നത്. നീ ഇപ്പോഴും ഇത്തരം ഭ്രാന്തിന്റെ പുറകെന്നറിഞ്ഞ അച്ഛൻ അത് സഹിക്കോ? മാനം പോയാൽ പിന്നെ അച്ഛൻ ജീവിച്ചിരിക്കോ? വീണ്ടും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുത്. പറഞ്ഞില്ല എന്ന് വേണ്ട. എന്താ ഇവിടെ രണ്ടുപേരും കൂടി എന്തോ കള്ളത്തരം കാണിച്ചിട്ട് പിടിക്കപ്പെട്ടതുപോലെ നിന്ന് പരുങ്ങുന്നുണ്ടല്ലോ. അതൊരു ചെറിയ കാര്യമല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ശ്രേയയുടെ മുഖത്ത് അതിനുള്ള വെപ്രാളമുണ്ട്. ചേച്ചിയാണെങ്കിൽ തെറ്റിനി ആവർത്തിക്കരുതെന്ന് ഉപദേശിക്കുന്നു. അല്ല, എന്താ കാര്യം? ഒന്നുമില്ല. ദേവേട്ടൻ്റെ അച്ഛൻ ചേച്ചിക്ക് വേണ്ടിയിട്ടൊരു കല്യാണം നോക്കിയപ്പോ ചേച്ചി വേണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപ്പറ്റി ഞാൻ ചോദിച്ചപ്പോ എന്നെ വഴക്കു പറയാം. എന്തുകൊണ്ടാണാവോ കല്യാണം കഴിക്കാത്ത? അത് ചോദിച്ചാ പറയണ്ട ദേവേട്ട, അതൊന്നും പറയാൻ പറ്റില്ല. എന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന പറയുന്നത്. ഇനി ചിലപ്പോ നിന്റെ ചേച്ചിക്ക് വേറെ ആരുടെങ്കിലും പ്രണയമുണ്ടോ? മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടായിരിക്കും. അതാ കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്നു. എന്റെ ചേച്ചി പ്രേമിക്കാനോ? അത് ഈ ജന്മം ഉണ്ടാവില്ല. അത് നീ അങ്ങനെ തറപ്പിച്ച് പറഞ്ഞാൽ എങ്ങനെയാ? ആർക്കറിയാം ആരുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന്. ചിലപ്പോൾ ആരെങ്കിലും കാണും. ഇനിയിപ്പോ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അതങ്ങ് തുറന്നു പറ, ഞാൻ പോയി സംസാരിക്കാം. ഓ, ഇയാൾക്ക് ഇഷ്ടം തോന്നിയെന്ന് കരുതി കാണുന്നവർക്കെല്ലാം അങ്ങനെ പ്രേമം തോന്നുമെന്നാ? അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ ദേവേട്ട. എന്റെ ചേച്ചിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല. അങ്ങനെയല്ല ശ്രേയ, ആരെയും പ്രേമിക്കാത്ത ഒരാളെന്തിനാ കല്യാണം വേണ്ടെന്നൊക്കെ പറയുന്നത്? അതെന്തിനാണെന്നൊന്ന് ചോദിക്കേ. പറയൂ വൈദേഹി. പാവം, മനസ്സിലുള്ളത് തുറന്നു പറയാതെ എന്ത് കാര്യത്തിനാ നീ ഇങ്ങനെ എല്ലാരെയും വിഷമിപ്പിച്ചോണ്ടിരിക്കുന്നേ? പറയേ, മനസ്സിലാരെങ്കിലും ഉണ്ടോ? പോവണോ? ഞാൻ പറഞ്ഞില്ലേ ദേവേട്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന പോലും ചേച്ചിക്ക് ഇഷ്ടമല്ല. അതെനിക്കറിയാം. ഇന്ന് പുതിയ വീഡിയോ ഒന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു. എന്നാ ചെയ്തോ. അന്ന് ടിക്ടോക്ക് ചെയ്തതിന് കൈയോടെ പിടികൂടിയതാ. ഇപ്പോഴും ദേവേട്ടൻ അത് മറന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടും എന്തിനാ അത് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് രാമൻ അറിഞ്ഞിട്ടുണ്ടാവോ? എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമാണ്. സൂക്ഷിച്ചു വേണം നൂലാമാലകൾ അഴിക്കാൻ. അച്ഛാ, അതെ. പറയുവിനയാ. അച്ഛാ, അത് പിന്നെ നീ ഇങ്ങനെ നിന്ന് പരുങ്ങാത്ത കാര്യം പറ. ഒന്നുമില്ല അച്ഛാ, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴേ അച്ഛൻ വീട്ടിലില്ലായിരുന്നു. അപ്പോഴേ എന്താ ഉണ്ടായെന്നറിയാവോ?
പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ അങ്ങ് പറ. എന്താ കാര്യം? എന്താന്നുണ്ടായത്? അപ്പോ അച്ഛനെ കാണാൻ വേണ്ടി ആരാ വന്നിരുന്നു? ആരാ വന്നേ? അതറിയില്ല അച്ഛാ. ചോദിച്ചപ്പോ പിന്നെ വന്ന് കണ്ടോളാന്ന് പറഞ്ഞ് പോയി കളഞ്ഞു. അത്രേ ഉള്ളൂ. സമയത്തെത്തിയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തേനെ. പിന്നെ വല്യച്ഛനും അത് മതി. ചേട്ടാ, പാല്. യാതൊരു സംശയത്തിനും ഇടവരുത്തരുത്. എന്തായാലും വളരെ അടുത്ത് തന്നെ വല്യച്ഛൻ്റെ കഥ കഴിഞ്ഞോളും. എന്തു പറ്റിയേട്ടാ? നെഞ്ചു വേനിക്കുന്നുണ്ടോ? എന്താ പറ്റിയെന്നറിയില്ല കൗസല്യേ. എന്തോ ഗ്യാസ് കയറിയതാന്ന് തോന്നുന്നു. അത് ഗ്യാസ് കയറിയതല്ല വല്യച്ഛ. വിഷം കയറി കാറ്റു പോകാനുള്ള സമയമെടുത്തതാ. ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ? വലിയ കുഴപ്പമില്ല കൗസല്യേ. ദേവനെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ പറ്റാത്തതിന്റെ മനോവിഷമം കൊണ്ടായിരിക്കും ചേട്ടാ. കുറച്ച് നാളും കൂടി ഇങ്ങനെ അങ്ങ് പോട്ടെ. അത് വൈകിക്കൊന്നും വേണ്ട. എത്രയും പെട്ടെന്ന് എനിക്ക് അവനെ എല്ലാം ഏൽപ്പിക്കണം. അത്രയും പെട്ടെന്ന് സമാധാനമായിട്ട് എനിക്ക് വിശ്രമിക്കാമല്ലോ. എന്ന് വെച്ചാ എല്ലാം കൂടി ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥ അവനും കൂടി ഉണ്ടാവണ്ടേ? എന്റെ അഭിപ്രായത്തില് ദേവന് നമ്മൾ കുറച്ചുകൂടി സമയം കൊടുക്കുന്നത് തന്നെ നല്ലത്. അവൻ്റെ കഴിവുകളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൗസല്യേ. അതുകൊണ്ട് ഇനി പ്രത്യേകം ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞില്ലേ? പിന്നെന്താ ഇപ്പോഴൊരു സംശയം? എല്ലാം നല്ല രീതിക്ക് തന്നെ നടക്കും. വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. അവന്റെ മനസ്സിൽ വേറെ ഏതോ പെണ്ണുണ്ടെന്നാ പറഞ്ഞു. അതെനിക്ക് ഏട്ടനോട് പറയാനും പറ്റില്ല. എന്തൊക്കെയാണോ ഭഗവാന് നടക്കാൻ പോകുന്നത്? തലയണയും പുതപ്പായിട്ട് എങ്ങോട്ടാ? ഇന്ദുമ്മ പുറത്ത് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞു. അമ്പലത്തിൽ കാണിച്ചു കൂട്ടിയതൊന്നും പോരാഞ്ഞിട്ടാ. മാറി നിൽക്ക്. പ്രേമിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? കണ്ടയുടൻ നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടവരോട് പ്രണയം തോന്നും. പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് പോകാനാ ഭയങ്കര പാട്. ശരിയാ, ഭയങ്കര പാട്. ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള എല്ലാവർക്കും ഏതെങ്കിലും ഒരു ക്ഷണം ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഇഷ്ടം തോന്നും. പക്ഷെ അതിനുശേഷമായിരിക്കും അതിനുള്ള കഷ്ടപ്പാട് മനസ്സിലാവുക. ഉയർന്നവര്, താഴ്ന്നവര്, വലിയവര്, ചെറിയവര്, അങ്ങനെ എന്തൊക്കെയാ അതില്. അതുകൊണ്ടാ പ്രേമിച്ചവർക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കാൻ പറ്റാത്തത്. കഴിക്കണമെന്ന് നിർബന്ധമില്ല. അത് മനസ്സിലാക്കുന്ന സമയം തൊട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം ഉണ്ടാവും. അത് മനസ്സിലാക്കാത്തവര് പിച്ചും പേയും പറഞ്ഞ് വട്ടന്മാരെ പോലെ നടക്കും. ദേവേട്ടൻ ഇവിടെ തന്നെ നിന്നു. നീലാ
എനിക്കിങ്ങനെ മുറ്റത്ത് കട്ടിലിട്ട് കിടക്കാൻ പണ്ടേ ഭയങ്കര ഇഷ്ടാ. ഇതിനു മുൻപ് ദേവൻ എനിക്ക് കൂട്ടുകിടക്കുമായിരുന്നു. ഉറങ്ങുന്നത് വരെ വർത്തമാനവും പറഞ്ഞു കിടക്കും. ദേ ഈ കട്ടില് അവന് കിടക്കാൻ വേണ്ടി ഇട്ടതാ. ഉറങ്ങുന്നത് വരെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇപ്പൊ നീയാ എനിക്ക് കൂട്ട്. അതൊക്കെ എവിടെ ഇരിക്കട്ടെ, എന്തിനാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു? ആ ഫോട്ടോയിലെ ആരെയും പിടിക്കാത്തത് കൊണ്ടാ? അങ്ങനെയൊന്നും ഇല്ലേ തോമേ. ശരി, വേറെ വല്ല കാരണം ഉണ്ടോന്ന് എനിക്കറിയില്ല. നീയായിട്ട് പറയുന്നത് വരെ ഞങ്ങൾ നിർബന്ധിക്കുന്നതുമില്ല. പക്ഷേ ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം നീ നല്ലോണം ഓർമ്മിച്ചോ. നിന്റെ മനസ്സില് മറ്റാരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവനോടൊപ്പം തന്നെ ജീവിക്കണം കേട്ടോ. ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് മനസ്സിന്റെ ഒരു കളിയാകാം. പക്ഷേ മനോഹരമായൊരു ജീവിതത്തിന്റെ അടിത്തറയാണത്. എന്തെങ്കിലും കാരണത്താൽ സ്നേഹിച്ചവരിൽ ആരെങ്കിലും ഒരാള് പിന്മാറിയാൽ പിന്നെ ജീവിതകാലം മുഴുവനും ആ വേദന നമ്മളെ വിട്ട് മാറില്ല. എന്തോ നിന്നോട് ഇതൊക്കെ പറയണമെന്ന് തോന്നി. എന്നാ മോള് കിടന്നോ? മറ്റാരോടെങ്കിലും എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവനോടൊപ്പം തന്നെ ജീവിക്കണം കേട്ടോ. ശ്രേയയ്ക്ക് പകരം നീ എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരേണ്ടി വന്നാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് നീ മാത്രമായിരിക്കുമെന്നും നേരെ നോക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഞാൻ എൻ്റെ ദേവതയെ തന്നെ നോക്കുന്നേ. എന്നോട് പുറകെ നടക്കണ്ട എന്ന് പറയും. നിന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കാൻ പാടില്ല എന്നും പറയും. എന്നിട്ടിപ്പോ നീ എന്തിനാ ഇപ്പൊ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചോണ്ടിരിക്കുന്നേ? എൻ്റെ അടുത്ത് നിന്നും എൻ്റെ ഓർമ്മകളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ ദേവേട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നൊന്നുമില്ല കേട്ടോ. സത്യമായിട്ടും നീ എന്നെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ല? നിനക്ക് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ എന്നെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ലെന്ന്? പറയേ. ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അമ്പിളിയമ്മാവനെ പോലെ എവിടെ പോയാലും എന്റെ പുറകെ വരാതിരുന്നൂടെ? വരരുത് എങ്കിലെങ്ങനെ ഇവിടുന്ന് ഓടിക്കണമെന്ന് എനിക്കറിയാം. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും. നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ
നിന്നെ കണ്ട നേരത്ത് ഓ വർണ്ണത്തിങ്കൾ മെല്ലെ കന്നിത്തേനിൽ മുങ്ങിത്താഴും ആ നേരത്തല്ലോ ഒളി നോക്കുകൊണ്ടു തന്നെ സഖിയാക്കി നിന്നെ ഓമലേ നെഞ്ചിനുള്ളിലാകെ മഞ്ഞു പെയ്യും പോലെ നിന്നെ കണ്ട നേരത്ത് മയങ്ങും നെഞ്ചിൻ ഇതെല്ലാം എനിക്ക് തോന്നിയതായിരുന്നു. ഒന്നുമില്ല ഇന്ദുമ്മേ, ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നേ. അതിന് ഈ സാരിത്തുമ്പ് മതിയാകോ? പുതപ്പ് മൂടി കിടന്നോടെ, കിടന്നുറങ്ങിക്കോ. ഇന്ദുമ്മ പറഞ്ഞതല്ലേ ഞാനിപ്പോ ചെയ്യുന്നേ. സ്നേഹിച്ച മനസ്സിനെ വേദനിപ്പിക്കുക. അച്ഛൻ വിഷമിക്കല്ലോ എന്ന് കരുതി, ശ്രേയയുടെ ജീവിതം നശിച്ചു പോവല്ലോ എന്ന് കരുതി. എന്റെ ദേവേട്ടനെ ഞാൻ മനഃപൂർവ്വം വേദനിപ്പിക്കല്ലേ? ഭർത്താവ് എന്ന രീതിയിൽ എന്നോട് എല്ലാ അധികാരങ്ങളുള്ള ഒരാളോട് അന്യനെ പോലെയല്ലേ ഞാൻ പെരുമാറുന്നത്? പാവം എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. എങ്ങനെ നോക്കിയാലും ശ്രേയ കൊട്ടാരം വീട്ടിലെ മരുമോളാകാൻ വഴിയില്ല. എവിടെയാ തെറ്റുപറ്റിയത്? ശ്രേയയെ ചോദ്യം ചെയ്തലല്ലാതെ ഇതിന്റെ സത്യം പുറത്തു വരില്ല. എന്താ പറ്റി? ഉറങ്ങാണ്ട് ഇവിടെ വന്ന് എന്താ ആലോചിക്കുന്നത്? ഒരു കേസ് കിട്ടിയത് തെളിയാത്തടത്തോളം എനിക്ക് ഉറക്കം വരില്ലെന്ന് അറിയില്ലേ? കൊട്ടാരം വീട്ടിലെ മരുമോളുടെ കാര്യമായിരിക്കും അല്ലേ?